ഡ്രൈ ഐസ്, കാരണങ്ങൾ, ലക്ഷണങ്ങൾ, ചികിത്സ എന്നിവയെക്കുറിച്ച് നേത്രരോഗ ചികിത്സാ വിദഗ്ധ ഡോക്ടർ ആൻസി അൻസാർ സംസാരിക്കുന്നു. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നേത്രരോഗ വിദഗ്ധയായ എൻ്റെ OPയിൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന ഒരസുഖത്തെ പറ്റിയാണ്. ഡ്രൈ ഐസ്. സിമ്പിളായി പറഞ്ഞാൽ കണ്ണിനാവശ്യമായ നനവ് കിട്ടാത്ത അവസ്ഥ. ഇത് പെട്ടെന്ന് വന്നു പോകുന്ന ഒന്നല്ല, പതുക്കെ നിശബ്ദമായി തുടങ്ങുന്ന ഒരു പ്രശ്നമാണ്. അതായത് ഡ്രൈ ഐസ് ഒരു ദീർഘകാല രോഗാവസ്ഥയാണ്. നമ്മുടെ കണ്ണുകൾക്ക് ആരോഗ്യവും സുഖവും നിലനിർത്താൻ കണ്ണുനീർ അത്യാവശ്യമാണ്. കണ്ണുകളിലെ കണ്ണുനീരിന്റെ പ്രൊഡക്ഷൻ അഥവാ ഉൽപാദനം കുറയുകയോ കണ്ണുനീരിലെ ഘടകങ്ങളുടെ അളവിലെ ഏറ്റക്കുറച്ചിലുകൾ കാരണമോ അതുമല്ലെങ്കിൽ കണ്ണുനീർ വളരെ വേഗത്തിൽ ബാഷ്പീകരിച്ചു പോവുകയോ ചെയ്യുമ്പോൾ അതിനെ ഡ്രൈ ഐസ് എന്ന് പറയുന്നു. ടിയർ ഫിലിമിനെപ്പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ കണ്ണ് ചിമ്മുമ്പോൾ കണ്ണുനീർ കണ്ണിൽ പടരുന്നു. ഇത് കണ്ണിന്റെ സർഫസ് മിനുസമാർന്നതും വ്യക്തവുമായി നിലനിർത്തുന്നു. നല്ല കാഴ്ചയ്ക്ക് നല്ല ടിയർ ഫിലിം ആവശ്യമാണ്. ഈ ടിയർ ഫിലിമിൽ 3 ലെയറുകളാണ് ഉള്ളത്. ഒന്നാമത്തേതായിട്ട് ലിപ്പിഡ് ലെയർ, എണ്ണമയമുള്ള പാളി, പുറം ഭാഗമാണ്. ഇത് ടിയേഴ്സ് വേഗത്തിൽ ഇവാപ്പറേറ്റ് ചെയ്യുന്നത് തടയുന്നു. കൺപോളയിലെ മെബോമിയൻ ഗ്ലാൻഡ് എന്ന ഗ്രന്ഥിയാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. സോ ഇതിന്റെ അസുഖത്തിൽ ലിപ്പിഡ് ലെയർ കുറയുകയും കണ്ണുനീർ പെട്ടെന്ന് ബാഷ്പീകരിച്ചു പോവുകയും ചെയ്ത് ഡ്രൈ ഐസ് ഉണ്ടാകുന്നു. രണ്ടാമത്തത് അക്വസ് ലെയർ, അതായത് ജലാംശം നിലനിർത്തുന്നത് ഈ ലെയറാണ്. ലാക്രിമൽ ഗ്രന്ഥി എന്ന ഗ്ലാൻഡാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. മൂന്നാമത്തത് മ്യൂക്കസ് ലെയർ, കണ്ണീരിന്റെ ഉൾഭാഗത്തെ ലെയറിനെയാണ് മ്യൂക്കസ് ലെയർ എന്ന് പറയുന്നത്. അതായത് മ്യൂക്കസ് ഉള്ളതുകൊണ്ടാണ് കണ്ണുനീർ കണ്ണിന്റെ സർഫസിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത്. കണ്ണിന്റെ സർഫസിലെ കൺജങ്ക്റ്റീവ, അതായത് കണ്ണിന്റെ വെള്ളയും പോളയുടെ ഉൾഭാഗവും കവർ ചെയ്യുന്ന ട്രാൻസ്പെറന്റ് സുതാര്യമായ ഒരു ലെയറാണ്. ഇവയാണ് മ്യൂക്കസ് ഉൽപ്പാദിപ്പിക്കുന്നത്. കണ്ണുനീരിലെ ഈ ലെയറുകളിൽ വരുന്ന സ്ട്രക്ചറൽ ചേഞ്ചസ് എല്ലാം ഡ്രൈ ഐസിലേക്ക് വഴിതെളിക്കുന്നു. ആർക്കൊക്കെ ഈ ഡ്രൈ ഐസ് വരാൻ സാധ്യത കൂടുതലാണ്? 40 വയസ്സ് കഴിഞ്ഞവരിൽ വരാം, ഡയബറ്റിസ് ഉള്ളവരിൽ, തൈറോയിഡ് അസുഖമുള്ളവരിൽ, ചില ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾ, അതായത് ജോഗ്രൻ സിൻഡ്രോം, SLE, സാർക്കോയിഡോസിസ്, ലൂപ്പസ് തുടങ്ങിയ അസുഖങ്ങൾ ഉള്ളവരിൽ ഡ്രൈ ഐസ് വരാം. കൺപോളകളിലെ ചില അസുഖങ്ങൾ, പിന്നെ കോണ്ടാക്ട് ലെൻസ് ദീർഘനേരം ഉപയോഗിക്കുന്നവർക്ക് ഡ്രൈ ഐസ് വരാം. ലാസിക് ലേസർ സർജറി ചെയ്തവരിൽ ചിലർക്ക് ഡ്രൈ ഐസ് വരുന്നു. ചില മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് ആയിട്ട് ഡ്രൈ ഐസ് കണ്ടുവരുന്നു. ഒന്നാമതായി അലർജിക്കുള്ള ആന്റിഹിസ്റ്റമിൻസ്, ആന്റി ഡിപ്രസൻസ്, BP-ക്കുള്ള ബീറ്റ ബ്ലോക്കേഴ്സ് മരുന്നുകൾ തുടങ്ങിയവ. ഇന്നത്തെ കാലത്ത് കൂടുതൽ കണ്ടുവരുന്നത് സ്ക്രീൻ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ഡ്രൈ ഐസ് ആണ്. എന്തുകൊണ്ടാണ് സ്ക്രീൻ ടൈം കൂടിയാൽ ഡ്രൈ ഐസ് വരുന്നത്? 1 മിനിറ്റിൽ നമ്മൾ അറിയാതെ തന്നെ എത്ര നേരം കണ്ണ് ചിമ്മും? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഉത്തരം കിട്ടിയോ? സാധാരണയായി 15 മുതൽ 20 തവണ വരെ നമ്മൾ കണ്ണ് ചിമ്മും. ഓരോ തവണ കണ്ണ് ചിമ്മുമ്പോഴും കണ്ണുനീർ ഐ സർഫസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. സ്ക്രീൻ ടൈം കൂടുമ്പോൾ നമ്മൾ ബ്ലിങ്ക് ചെയ്യുന്നത് കുറയും. സോ പെട്ടെന്ന് കണ്ണുനീർ ഇവാപ്പറേറ്റ് അഥവാ ബാഷ്പീകരിച്ചു പോകും. അങ്ങനെയാണ് ഡ്രൈ ഐസ് ഉണ്ടാകുന്നത്. ഇതുകൂടാതെ ക്ലൈമറ്റ് ചേഞ്ചസ്, ചൂടുള്ള കാലാവസ്ഥ, വരണ്ട കാറ്റ്, പൊടിയും പുകയും, ദീർഘനേരം AC റൂമുകളിൽ ഇരിക്കുന്നത്, ഇവയെല്ലാം ഡ്രൈനസ് ഉണ്ടാക്കും. എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ? സാധാരണയായി കാണുന്നത് കണ്ണിലെ നീറ്റലും പുകച്ചിലും, കണ്ണിൽ മണൽ തരികൾ കിടക്കുന്നത് പോലെ ഒരു കരുകരുപ്പ്, കൺപോളകൾ തുറക്കുവാൻ ബുദ്ധിമുട്ട്, കണ്ണിൽ ഒരു ഭാരം പോലെ, കണ്ണുകളുടെ പിന്നിൽ വേദന, ഇടയ്ക്കിടയ്ക്കുള്ള കാഴ്ചമങ്ങൽ, പിന്നെ കണ്ണിലെ ചുവപ്പും അസ്വസ്ഥതയും, പ്രത്യേകിച്ച് ചൂട്, കാറ്റ്, പുക എന്നിവ അടിക്കുമ്പോൾ. കണ്ണിൽ നിന്ന് സ്ട്രെയിൻ ചെയ്യുമ്പോൾ കണ്ണുനീർ വരുന്നതും ഡ്രൈ ഐസിന്റെ ലക്ഷണമാകാം. ഇതാണ് റിഫ്ലക്സ് ടിയറിംഗ്. അതായത് കണ്ണ് വരണ്ടു പോകുമ്പോൾ അത് രക്ഷിക്കാൻ ശരീരം പെട്ടെന്ന് കൂടുതൽ കണ്ണീർ ഉണ്ടാക്കും. പക്ഷെ ആ കണ്ണുനീർ ഗുണമേന്മയുള്ളതായിരിക്കില്ല. അങ്ങനെയാണ് വെള്ളം വരുന്നത്. ഇവയെല്ലാം പതിവായുണ്ടെങ്കിൽ അത് കണ്ണുകൾ നിങ്ങളോട് പറയുന്നൊരു മുന്നറിയിപ്പാണ്. അതുകൊണ്ട് ഇവയെ നമ്മൾ അവഗണിക്കരുത്. ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഡ്രൈ ഐസ് കണ്ണുകളിൽ ചില പ്രശ്നങ്ങളുണ്ടാക്കും. കണ്ണിന്റെ സർഫസിൽ മുറിവുകൾ, സ്ഥിരമായ കണ്ണുവേദന, കണ്ണിന് അണുബാധ, കാഴ്ചയുടെ വ്യക്തത കുറയാം. ഇവയെല്ലാം പ്രശ്നങ്ങളാണ്. ഡ്രൈ ഐസ് സിമ്പിളല്ലേ, സ്വയം ചികിത്സിച്ചാൽ പോരെ, അതിനൊക്കെ ഒരു ഡോക്ടറിന്റെ അടുത്ത് പോകണമോ എന്നാവും നിങ്ങൾ ചിന്തിക്കുന്നത്. മുൻപറഞ്ഞ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നേത്രരോഗ വിദഗ്ധരെ കാണുകയും ഡ്രൈ ഐസ് ഉണ്ടോ എന്ന് പരിശോധിക്കുകയും അതിന്റെ കാരണം കണ്ടുപിടിക്കുകയും വേണം. കണ്ണിന്റെ OPയിൽ സിമ്പിളായ ചില പരിശോധനകളിലൂടെ ഡ്രൈ ഐസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാം. കൺപോളകളും കണ്ണിന്റെ സർഫസും പരിശോധിക്കും. ബ്ലിങ്കിംഗ് പാറ്റേൺ നോക്കും. ഷിർമർ ടെസ്റ്റ് തുടങ്ങിയ ടെസ്റ്റുകളിലൂടെ കണ്ണുനീരിന്റെ അളവും ഗുണനിലവാരവും നോക്കുവാൻ സാധിക്കും.
എത്ര നേരത്തിനുള്ളിൽ കണ്ണുനീർ ബാഷ്പീകരിച്ചു പോകുന്നുണ്ടെന്ന് ടിയർ ഫിലിം ബ്രേക്കപ്പ് ടൈമിലൂടെ അറിയാൻ പറ്റും. ഇങ്ങനെ പലവിധ ടെസ്റ്റുകളിലൂടെ ഡ്രൈനസിന്റെ തീവ്രത നമുക്കറിയാം. ഇതിനോടൊപ്പം അതിന്റെ കാരണം കണ്ടുപിടിക്കുകയും അതുകൂടി ചികിത്സിക്കുകയും ചെയ്താലേ കണ്ണിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ പറ്റുകയുള്ളൂ. എന്തൊക്കെയാണ് പ്രതിരോധവും ചികിത്സയും? ഒന്നാമതായി, നന്നായി വെള്ളം കുടിക്കുക. ഡീഹൈഡ്രേഷൻ വരാതെ നോക്കണം. സ്ക്രീൻ ടൈമിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാം. കമ്പ്യൂട്ടർ സ്ക്രീൻ കണ്ണിന്റെ ലെവലിന്റെ താഴെയായിരിക്കുവാൻ ശ്രദ്ധിക്കണം. അതുമൂലം ദീർഘനേരം സ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ കൺപോളകൾ കുറച്ചു തുറന്നാൽ മതിയാകും. അങ്ങനെ ഇവാപ്പറേഷൻ, അതായത് ബാഷ്പീകരണം കുറയ്ക്കാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് ബോധപൂർവം ബ്ലിങ്ക് ചെയ്യുക. പിന്നെ ഒരു റൂളുണ്ട്, അതാണ് 20-20-20 റൂൾ. ഓരോ 20 മിനിറ്റ് സ്ക്രീൻ യൂസിന് ശേഷവും ബ്രേക്ക് എടുക്കുക. ബ്രേക്കിന്റെ സമയത്ത് 20 ഫീറ്റ് അകലെയുള്ള 20 അടി അകലെയുള്ള ഏതെങ്കിലും ഒരു വസ്തുവിൽ 20 സെക്കൻഡ് നോക്കുക. കുറച്ചുനേരം കണ്ണടച്ചിരിക്കുക. വീണ്ടും സ്ക്രീൻ യൂസ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് മുഖം കഴുകുന്നത് നന്നായിരിക്കും. ഡയറ്റിൽ ഒമേഗ-3 ഫാറ്റി ആസിഡ് ഉള്ള ഭക്ഷണങ്ങളോ നല്ല ഡ്രൈനസ് ഉണ്ടെങ്കിൽ ഒമേഗ-3 ഫാറ്റി ആസിഡ് സപ്ലിമെന്റ് ടാബ്ലറ്റുകളോ കഴിക്കാവുന്നതാണ്. വൈറ്റമിൻ സി സപ്ലിമെന്റും നല്ലതാണ്. ക്ലൈമറ്റ് കണ്ടീഷനുകളിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ: 1. ചൂടുള്ളതും വരണ്ടതുമായ ക്ലൈമറ്റ് പരമാവധി ഒഴിവാക്കുക. AC-യുടെ ഉപയോഗം നിയന്ത്രിക്കാം. കണ്ണിലേക്ക് ഡയറക്റ്റായി പൊടി, കാറ്റ്, പുക ഇവയടിക്കാതെ തടയാൻ പറ്റുന്ന പ്രൊട്ടക്റ്റീവ് ഗ്ലാസസ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. റൂം എയറിൽ ഹ്യൂമിഡിഫയർ ഉപയോഗിക്കാം. അങ്ങനെ റൂമിലെ മോയിസ്ചർ അഥവാ ജലാംശത്തിന്റെ അളവ് നിലനിർത്താം. പിന്നെ സ്മോക്കിംഗ്, ആൽക്കഹോൾ ഇവ ഒഴിവാക്കണം. ഹെയർ ഡ്രയറിന്റെ ഉപയോഗം കുറയ്ക്കാം. ഫാൻ ഉപയോഗിക്കുമ്പോൾ ഡ്രൈ ആകാതെ ഇരിക്കുവാൻ സ്പീഡ് നിയന്ത്രിക്കുക. ചികിത്സയ്ക്കായി പ്രധാനമായും ആർട്ടിഫിഷ്യൽ ടിയേഴ്സ് അഥവാ ലൂബ്രിക്കൻ്റ് ഐ ഡ്രോപ്സ് എന്നറിയപ്പെടുന്ന തുള്ളിമരുന്നുകളാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ കണ്ണുനീരിന്റെ ആർട്ടിഫിഷ്യൽ ഫോമാണിത്. ഇതിന്റെ പലതരം മോളിക്യൂളുള്ള തുള്ളിമരുന്നുകൾ ഡ്രൈനസിന്റെ തീവ്രത അനുസരിച്ച് ചികിത്സയ്ക്കായി ഉപയോഗിക്കാറുണ്ട്. സ്ഥിരമായി ഒഴിക്കേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ പ്രിസർവേറ്റീവ് ഫ്രീ ആയിട്ടുള്ള മെഡിസിനുകൾ കൊടുക്കുവാൻ പറ്റും. ഡ്രോപ്സും പിന്നെ ജെൽ ഫോമിലുള്ള ഓയിൻമെന്റുകളും അവൈലബിൾ ആണ്. വരണ്ടതും ചൊറിച്ചിലുള്ളതുമായ കണ്ണുകളോടെയാണ് നിങ്ങൾ ഉണരുന്നതെങ്കിൽ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഈ ഓയിൻമെന്റ് അഥവാ ജെൽ അപ്ലൈ ചെയ്യുന്നത് നന്നായിരിക്കും. കൺപോളകളിലെ ഗ്ലാൻഡ് അഥവാ ഗ്രന്ഥിക്കാണ് അസുഖമെങ്കിൽ കൺപോളകളിലെ മസാജ്, വാം കംപ്രസ്, ഡ്രോപ്സ്, ഓയിൻമെന്റ് അങ്ങനെ പല രീതിയിൽ അതിനെ ചികിത്സിച്ച് ഡ്രൈ ഐസ് നിയന്ത്രിക്കാം. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റിൽ കൺപോളകളുടെ സൈഡിൽ കണ്ണുനീർ ഒഴുകി ഡ്രെയിൻ ചെയ്ത് പോകുന്ന ഒരു ചെറിയ ഹോളുണ്ട്. അതിനാണ് പങ്ക്ടം എന്ന് പറയുന്നത്. സിവിയർ ഡ്രൈ ഐസ് ഉണ്ടെങ്കിൽ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നത് തടയുവാൻ ചെറിയ സിലിക്കോൺ ജെൽ പ്ലഗുകൾ ആ ഹോളിൽ അപ്ലൈ ചെയ്ത് വയ്ക്കാം. ആവശ്യാനുസരണം ഡോക്ടറിന് പിന്നീട് ഈ പ്ലഗുകൾ നീക്കം ചെയ്യാനും കഴിയും. നിങ്ങളുടെ കണ്ണുകൾ നിങ്ങളെ ജീവിതം മുഴുവൻ നയിക്കേണ്ടതാണ്. അവയ്ക്ക് വേണ്ട വിശ്രമവും പരിചരണവും നൽകൂ. ഇന്നത്തെ ഈ കുറച്ച് നിമിഷങ്ങൾ നിങ്ങളുടെ കണ്ണുകളുടെ ആരോഗ്യത്തിന് ഉപകാരപ്പെടട്ടെ. ഡ്രൈ ഐസ്, കാരണങ്ങൾ, ലക്ഷണങ്ങൾ, ചികിത്സ എന്നിവയെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നേത്രരോഗ ചികിത്സാ വിദഗ്ധ ഡോക്ടർ ആൻസി അൻസാർ. ഏഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കു വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന വരയൻ കൊതുകുകൾ അഥവാ പുലിക്കൊതുകുകളാണ് ഇവ. കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലാണ് ഇത്തരം കൊതുകുകൾ മുട്ടയിട്ട് വളരുന്നത്. ഡെങ്കിപ്പനി പകരുന്നതെങ്ങനെ? രോഗമുള്ള ഒരാളെ കടിക്കുമ്പോൾ വൈറസുകൾ കൊതുകിന്റെ ഉമിനീർ ഗ്രന്ഥിയിലെത്തുകയും പിന്നീട് ആരോഗ്യമുള്ള മറ്റൊരാളെ കടിക്കുമ്പോൾ ഉമിനീർ വഴി രക്തത്തിൽ കലർന്ന് രോഗമുണ്ടാക്കുകയും ചെയ്യുന്നു. കൊതുക് വഴി മാത്രമേ ഡെങ്കിപ്പനി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുകയുള്ളൂ. പ്രകാശധാര